നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ഇതിനോടകം തന്നെ നിരവധി സംരംഭകരെ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ട് പഠിക്കാവുന്ന ഒരുപാട് സംരംഭകരെ ന്യൂസ് 3 നിങ്ങൾക്കായി പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇന്നും അങ്ങനെ ഒരു സംരംഭകയാണ് ന്യൂസ് 3 നിങ്ങൾക്കായി പരിചയപ്പെടുന്നത്. ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരം വെള്ളറട കിളിയൂരിലാണ്. കിളിയൂരിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരു സംരംഭക. ആ സംരംഭക ഇപ്പോൾ 3 സ്ത്രീകൾക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു വനിതയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മുടെ ശൈലജ ചേച്ചി. ശൈലജ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അവരുടെ മെത്ത യൂണിറ്റിലാണ് നമ്മളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ധങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 25 വർഷമായി ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഠിന പ്രയത്നത്തിലൂടെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ യാത്ര എന്നും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും കാണാം. നമുക്ക് പോവാം. ചേച്ചി ഹലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ശൈലജ ചേച്ചി. ചേച്ചി, ഞാൻ അവരോട് പറയുമായിരുന്നു, ഒരുപാട് സംരംഭകരെ നമ്മൾ അവർക്ക് വേണ്ടി പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിൽ നിന്ന് ഒരുപാട് പാഠം അവർക്ക് പഠിക്കാനുള്ളവരുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവർ കാണും, അവർക്കൊക്കെ പ്രചോദനമാകാനാണ്. എങ്ങനെ പോകുന്നു, ഇതെങ്ങനെയാണ് ഈ ഒരു യൂണിറ്റ് ആരംഭിച്ചത്? ഞാനൊരു കമ്പനിയിൽ, വേറെ കമ്പനിയിൽ വർക്കിന് പോയിക്കൊണ്ടിരുന്നു. അവിടെ പോയിക്കൊണ്ടിരുന്നു. സൺഡേ പോകാത്തതിന് 4 വർഷം അവിടെ പോയിക്കൊണ്ടിരുന്നു. സൺഡേ പോകാത്തത് കൊണ്ട് ഇറക്കി വിട്ടു. അയ്യോ, ഇത് മെത്ത കമ്പനി തന്നെയായിരുന്നു? അല്ല, പില്ലോ, വെറും പില്ലോ കമ്പനി ആയിരുന്നു. അവിടെ തയ്ക്കാൻ പോയിക്കൊണ്ടിരുന്നു 25 വർഷം മുമ്പ്. എന്റെ 99 തയ്യൽ തൊഴിലാളിയാണ്. തയ്യൽ. വീട്ടില് മിഷനൊക്കെ വെച്ച് തയ്ച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇറക്കി വിട്ടപ്പോ എനിക്ക് പോന്നു, സങ്കടപ്പെട്ടെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയൊക്കെ ഇരുന്ന് ഒരുപാട് വിഷമിച്ചു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, മോൻ എപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കണം, എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു വഴി നോക്കാമോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറയുവാണെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ട്, അവര് ക്യാഷായിട്ട് എന്നെ സഹായിച്ച് അങ്ങനെ പലിശക്കൊക്കെ ക്യാഷൊക്കെ മറിച്ച് തന്ന് ഞങ്ങൾ പിന്നെ അങ്ങനെ ചെറുതായിട്ട് പില്ലോ തന്നെ, സ്റ്റാർട്ടിങ് പില്ലോ ചെയ്ത് അത് കടകൾക്ക് കൊടുത്തു, ഫാൻസി സ്റ്റോറുകളിൽ കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ ബെഡ് ചോദിക്കാൻ തുടങ്ങി, ബെഡുണ്ടോ? അപ്പോൾ ഡ്യൂറോഫ്ലെക്സ്, റെപ്കോ. ശരി, അതിലോട്ട് ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഒരു തോൽവിയുടെ ഒരു കഥ പറഞ്ഞായിരുന്നു. അതായത് തോൽവി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, പോയിക്കൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് സൺഡേ പോവാത്തതിന് പിരിച്ചുവിട്ടാണ്. നിങ്ങളിതൊന്ന് കാണണം, ദാ ഇപ്പൊ കണ്ടോ, ഇത്രയും വലിയ, ഇതൊന്ന് മൊത്തത്തിൽ വൈഡ് നിങ്ങൾ കണ്ടുനോക്കുമ്പോൾ ഇത്രയും വലിയൊരു ഒരു സംരംഭം തുടങ്ങാൻ പ്രചോദനമായത് ഒരു പക്ഷെ ആ വാക്കുകളായിരിക്കും അല്ലേ? ആ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മളെ തളർത്തി എന്ന്, പക്ഷെ അത് ഒട്ടും തളർത്തിയില്ല. ശൈലജ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് തന്നെ പോയി. ഇതാ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ ഉടമയാണ്, ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശൈലജ ചേച്ചിയാണ്. ഇനി പറയും. അപ്പം നമ്മളൊരു ചെറിയ ഇത് തുടങ്ങി, പിന്നെ മെത്ത ചോദിക്കാൻ തുടങ്ങി. മെത്ത അപ്പൊ ചെയ്യാൻ അറിയില്ല, മെത്ത എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ധാരണയില്ല, ഒരു പിടിയുമില്ല. അങ്ങനെ പിന്നെ ഓരോടത്തൊക്കെ പോയി ഒരുപാട് യാത്രകൾ ചെയ്തു. അങ്ങനെ സാധനങ്ങൾ എവിടെ കിട്ടും, എന്താണ് ആരും പറഞ്ഞു തരൂല്ലല്ലോ. അങ്ങനെ പിന്നെ ആദ്യം കയറിന്റെ ഷീറ്റ് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞാനും എൻ്റെ മോനും കൂടെ ഇരുന്ന് തയ്ച്ചു നോക്കി. ഒരു ബെഡ് വാങ്ങിച്ച് പൊളിച്ച് തയ്ച്ചു നോക്കി. ഇങ്ങനെയൊക്കെ കുറെ പ്രയത്നിച്ചു. അങ്ങനെ എല്ലാം കണ്ടുപിടിച്ച് ഇതിനകത്ത് എന്താണ് മെറ്റീരിയൽ, എങ്ങനെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നമ്മൾ പൊളിച്ചു നോക്കി. അതിനകത്ത് കണ്ടുപിടിച്ച് വ്യവസായ ഓഫീസ് വഴി, പിന്നെ വ്യവസായ ഓഫീസിന് സപ്പോർട്ട് അവര് അറിയാവുന്ന നമ്പറുകളൊക്കെ തന്നു. അങ്ങനെയൊക്കെ ഓരോടത്തും പോയി കണ്ടുപിടിച്ച്. ഏകദേശം എത്ര വർഷം എടുത്ത് നമ്മളൊന്ന് സെറ്റായി വന്നത് 2006 യൂണിറ്റ്, ബെഡിന്റെ യൂണിറ്റ് തുടങ്ങി. അതുവരെയും പഞ്ഞി ഫൈബർ. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു? ഈ വീട്ടിലെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ആ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇതെന്റെ വീടാണ്. ഓ ശരി ശരി. അപ്പൊ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിനോട് ചേർന്ന് തന്നെ ആ ചെറിയ വീട്. അത് വിറ്റത് സാമ്പത്തികമായിട്ട് കടമായിരുന്നു. ആ കടബാധ്യത മൂലം ആ വീട് വിൽക്കേണ്ടി വന്നു. തൊട്ടപ്പുറത്ത് നമ്മൾ വേറെ വീട് വെച്ചു. അത് വിറ്റെന്ന് പറഞ്ഞാല് വിറ്റ് പിള്ളയുടെ പണി തുടങ്ങി. ഒരു പയ്യനെ കൂടെ നിർത്തി, അവൻ ആ കാശും കൊണ്ട് പോയി. ഓ, അവിടെ വീണ്ടും പ്രശ്നമായി. ആ കാശും കൊണ്ട് അവൻ പോയി കഴിഞ്ഞപ്പോ രണ്ടാമത് വീണ്ടും ബാങ്ക് ഓഫ് ബറോഡ, ഇപ്പോഴത്തെ ബാങ്ക് ഓഫ് ബറോഡയിൽ പോയി വ്യവസായ വകുപ്പ് വഴി അവരെനിക്ക് ആദ്യം ഒരു 60,000 രൂപ ലോൺ. അത് 5 വർഷം കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ 2 വർഷം കൊണ്ട് അടച്ചപ്പം വീണ്ടും 3,80,000. പിന്നെ എന്റെ നാത്തും എന്നെ സഹായിച്ച് ആ പണവും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നാലോ ഒന്ന് കാണാം. ബെഡിന്റെ തുടങ്ങി.
അന്ന് തുടങ്ങിയപ്പോൾ ഈ ഉള്ള പ്രശ്നം എന്തായിരുന്നു? തൊഴിലാളികളെയൊക്കെ കിട്ടുമായിരുന്നോ? പണിക്ക് അപ്പം ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആരെയും കിട്ടാത്തത്. ഇപ്പം മറ്റേ തൊഴിലുറപ്പുള്ളത് കൊണ്ട് ആരും വരില്ല. അന്ന് ഇഷ്ടം പോലെ ആളും കിട്ടും. അന്ന് ദിവസവും 100 മെത്ത വരെ റൂട്ടിൽ കൊടുക്കണമായിരുന്നു. 100 മെത്ത ദിവസവും തുടങ്ങിയപ്പോ തന്നെ? ശരി ശരി. അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ ടൈപ്പ് ബെഡ് ഇല്ല, എല്ലാം വില കൂടിയ ഐറ്റങ്ങളായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ടൈപ്പ് ബെഡ് അത് ഇവിടെ അഭിനവ് ട്രേഡേഴ്സിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കട ചോദിക്കും, ഒരാൾ ചോദിക്കും, അടുത്ത ആൾ ചോദിക്കും, അങ്ങനെ ചോദിച്ച് പിന്നെ കേരളത്തിൽ ഒരു ഓർഡർ പോലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് വലിയ കൗതുകമാണല്ലോ. കേരളത്തിൽ ഒരു ഓർഡർ പോലും ഇന്ന് ഈ സമയം വരെ കിട്ടിയിട്ടില്ല. കിട്ടുന്നത് മുഴുവൻ തമിഴ്നാട്. അത് എന്ത് അറിയില്ല. കേരളത്തിൽ പോകുമ്പം അവര് ചോദിക്കുന്നത് റബ്കോയാണോ, ഡ്യൂറോഫ്ലെക്സ് ആണോ, സുനിദ്രയാണോ. ഓ, അപ്പൊ ഈ പരസ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ? അത് മാത്രമേ ചോദിക്കുള്ളൂ. ഞങ്ങള് പറയും ഞങ്ങളെ ബെഡിന് ഗ്യാരണ്ടി ഉണ്ട്, ക്വാളിറ്റി ആയിരിക്കും, പരസ്യമില്ല. പരസ്യത്തിനുള്ള ക്യാഷ് ഞങ്ങള് ബെഡിൽ കുറച്ച് കൊടുക്കും, വില കുറച്ച് സാധനം കൊടുക്കും അങ്ങനെ പറഞ്ഞ്. എന്നിട്ടും ഇതുവരെ കേരളത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല. പക്ഷെ റീറ്റെയിൽ പോണത് കേരളത്തിലോട്ട്, പിന്നെ ലോഡെല്ലാം പോണത് തമിഴ്നാട്ടിലോട്ട്. അങ്ങ് പോയിട്ട് പിന്നെ ഇങ്ങ് വരും അല്ലേ? അത് കൊള്ളാം. അപ്പൊ പിന്നെ നമ്മൾ പഠിച്ച് ബെഡിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോ ഇതിൽ നിക്കാൻ പറ്റി, നമുക്ക് എങ്ങനെ നിക്കേണ്ടെന്ന് മനസ്സിലായി അല്ലേ? പിന്നെ ആരായിരുന്നു സഹായത്തിന് കൂടെ? എന്റെ മോൻ തന്നെ. ബിനോയ് ആരാണ്? ഹസ്ബൻഡ്. ബിനോയ് എന്റെ മകളുടെ കുട്ടിയാണ്. ഓ ശരി. അവന്റെ പേരിൽ അവൻ ബെഡ് ആയപ്പോ അവന്റെ പേരിട്ടു. പില്ലോയും ഈ ഫോൾഡിംഗ് ബെഡ് ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോ വെറുതെ പ്രാധാന്യമില്ലായിരുന്നു അന്ന്. പക്ഷെ ഇപ്പം പേരിന് പ്രാധാന്യമാണ്. ഇപ്പൊ നമ്മള് രജിസ്ട്രേഷൻ ചെയ്യണം. അതെ അതെ. ഞാൻ ചോദിക്കുന്നത് ആ സമയം ഒന്ന് ഓർക്കണേ, കാരണം ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവേ. അങ്ങനെ അതായത് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഉണ്ടായിരുന്ന വീട് വിൽക്കുന്നു. വീട് വിറ്റ്, വീടില്ല നമുക്കിപ്പം, 5 സെന്റ് സ്ഥലം 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങള് ചെറുതായിട്ട് കെട്ടി അവിടെ താമസം തുടങ്ങി. അതിനുശേഷം നമുക്ക് ഇത് ക്ലച്ച് പിടിക്കാൻ പറ്റുമെന്ന് തോന്നിയൊരു നിമിഷം ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ഓർത്തെടുത്തേ, ആൾക്കാരോടൊന്ന് പറഞ്ഞു എങ്ങനെയായിരിക്കും? എന്താ പറയണ്ടേ, നമ്മളെ പ്രയത്നം തന്നെയാണ്. ആദ്യം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ജോലിക്കാരെ വെച്ച് ചെയ്തില്ല, സ്വന്തമായിട്ട് ഞാനും എന്റെ മകനും എന്റെ ഹസ്ബൻഡും ഞങ്ങൾ 3 പേരും. പിന്നെ ഒരു മോളുണ്ട്, മോളെ കെട്ടിച്ചു കൊടുത്ത് വല്ലപ്പോഴേ വരും. ഞങ്ങൾ 3 പേരും തന്നെയാണ് നൈറ്റും ഡേയും എല്ലായിരുന്നുള്ള ജോലി. രാത്രിയിലും പണിയായിരുന്നു. 2-3 മണിയൊക്കെ ആവും ഞങ്ങള് കിടക്കാനൊക്കെ. അങ്ങനെ ഞങ്ങള് ഒരുപാട് പ്രയത്നിച്ച് പിന്നെ ഈ ബെഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോ അതിനാള് വേണം, നിറച്ചാള് വേണം. അങ്ങനെ പിന്നെ ആൾക്കാരെ വിളിക്ക് വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ തന്നെ ആദ്യം ചെറിയ മെഷീനിലൊക്കെ തയ്ച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വലിയ മെഷീനൊക്കെ എടുത്ത് വലിയ ലോണുകളൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങ് തുടങ്ങി. മെത്ത നിർമ്മാണ യൂണിറ്റിൽ ഞാൻ ആദ്യമായിട്ട് വരണം. എനിക്കിതൊരു കൗതുകമായിരുന്നു. നമ്മുടെ ബെഡ്, അതായത് ബെഡിന്റെ ഒരു അകവശം ഇങ്ങനെയാണ് അല്ലെ, ഇത് ഇങ്ങനെയാണ്, ഇതാണ് ഫ്രെയിം അല്ലെ, നമ്മുടെ ഇതിന്റെ മുകളിലേക്കാണ്. ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ ബെഡ് നമ്മൾ ഏതൊക്കെ തരം ബെഡാണ് ഇപ്പൊ കൊടുക്കുന്നത് കച്ചവടം? ഇപ്പൊ നമ്മള് സെയിലുള്ളത് വന്നിട്ട് യൂഫോമിന്റെ. ഇതിപ്പം കുറഞ്ഞതാണ്, കൂടിയ ഫോം ഉണ്ട്. ഇതിന്റെ പുറത്ത് ഈ മെമ്മറി ഫോം വരും. ഇത് കണ്ടല്ലേ, ഇത് കൂളിംഗ് ആണ്. ഇങ്ങനെ കൂളിംഗ് ഫോം ആണ്. ഈ മെമ്മറി ഫോം വരും, പിന്നെ ലാക്ടെക്സ് ഫോം വരും. ഇതില് ലാക്ടെക്സ് ഫോം വരും. ഇങ്ങനെ ഓരോ തരം ഫോം 2 സൈഡ് വിടും. ഇട്ട് തുണിയിട്ട് അടുത്ത് ഇതുപോലെ ഇതിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ് എത്തുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിതാ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇവിടുത്തെ ഇവിടെ തൊഴിലാളികളൊക്കെ ഉണ്ട്. ചേച്ചി 3 പേര് ഇപ്പം ഉണ്ടല്ലേ? 3 പേര് സഹായത്തിനുണ്ട്. സ്ത്രീകള് 3 ആണുങ്ങളും പുരുഷന്മാരും ഉണ്ട്. അവര് മെഷീനിലൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഒരു മെത്ത ഏകദേശം ആയി എടുക്കാൻ എത്ര സമയം എടുക്കും? ഇതുപോലൊരു ബെഡ് അടിക്കാൻ അരമണിക്കൂറിൽ ഒരു ബെഡ് തയ്യാറാവും. അപ്പൊ ഇവര് ചെയ്യുന്ന സ്റ്റിച്ചിങ് ആണ്. എന്താണ് ഇവര് ചെയ്യുന്നത്? പില്ലോ സ്റ്റിച്ചിങ്, പിന്നെ ഈ ബെഡ് തന്നെ പാക്കിങ്, ഇതൊക്കെ ഒരു ബേസ് തയ്യലാണല്ലേ? ബേസ് തയ്യലാണ്. അപ്പൊ ഈ സ്ത്രീ തൊഴിലാളികളെ നമ്മൾ എടുത്തിരിക്കുന്നതും തയ്യൽ അറിയാന്നുള്ളവര് തന്നെയാണ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ പാടാണ്. അന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അത് എത്ര പേരുണ്ടായിരുന്നു? അന്ന് 13 പേരുണ്ടായിരുന്നു. 13 പേരുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവര് തന്നെയായിരുന്നു? ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. ചുറ്റുവട്ടത്ത് നിന്നും കുറച്ച് ഒരു 2-5 കിലോമീറ്ററിന് ചുറ്റളവിലുള്ളവരൊക്കെ. അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു വനിത ഇങ്ങനെ മുമ്പിലോട്ട് വന്നപ്പോൾ ഉള്ള നാട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നല്ല പ്രതികരണം, എല്ലാവരും സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ട്. ആരും ഇതുവരെ ഒന്നും
എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. അന്ന് ആ ലോൺ എടുത്ത് അതിനുശേഷം നമ്മൾ മെത്തയിലേക്ക് ഇറങ്ങി. അപ്പൊ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഭയങ്കരമാണല്ലോ ഈ ഫീൽഡിൽ അല്ലെ? പറഞ്ഞ പോലെ നമുക്ക് കുറെ പേരുകൾ നമ്മൾ കേട്ട് അങ്ങനെ അതായിരിക്കും നല്ലതെന്ന് നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അപ്പൊ എങ്ങനെയാണ് ഈ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് ഞാൻ വന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കുള്ളത് എനിക്ക് തന്നെ വരും. ഓക്കെ. എന്നാലും നമ്മൾ പരസ്യത്തിന് ഇറങ്ങുന്നില്ല. ഇല്ല, പരസ്യത്തിനില്ല, അവർക്കൊപ്പം മത്സരിക്കാനില്ല. മത്സരിക്കാനില്ല. നമുക്കുള്ളത് നമുക്ക് വരും. നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടും, അത് വരും. ദിവസവും എങ്ങനെയും 50-60 പീസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് നമ്മൾ ഹോൾസെയിൽ ആയിട്ടാണ് തമിഴ്നാട്ടിലേക്ക്? തമിഴ്നാട്ടിലെ എല്ലാം തമിഴ്നാട് തന്നെ പോണത്. പിന്നെ റീറ്റെയിൽ ഇവിടെ വന്നൊക്കെ വാങ്ങിക്കും ആൾക്കാർ. ഇത് ഈ സംരംഭം തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഒന്ന് ക്ലച്ച് പിടിച്ച് വന്നല്ലോ ചേച്ചി. ഈ ഒരുപാട് പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടി നിൽക്കുന്നവരുണ്ടാകും, ഇനി അങ്ങോട്ട് പോകാൻ വയ്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരാള് പണം കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അവിടെയും എങ്ങനെ തളരാതെ പോയി? അത് പോയി, അത് പൊളിഞ്ഞെല്ലാം പോയി. അതെന്താ ഭയങ്കര വിശ്വാസമായിട്ട് നിന്ന ഒരാളാണ്? വിശ്വാസമായിട്ട് റൂട്ടിൽ പോകാം, സെയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് കൂടെ വന്നത്. എല്ലാം നമ്മൾ ചെയ്തു വെച്ചെല്ലാം കൊണ്ടുപോയി പുള്ളി എല്ലാം റൂട്ടിൽ കൊടുത്തിട്ട് ക്യാഷ് ചോദിച്ചപ്പോൾ ക്യാഷ് ഇല്ല. അങ്ങനെ പോയി, അങ്ങനെ കളഞ്ഞു. പിന്നെ വീട് വിൽക്കേണ്ടി വന്നു. ആ വീട് ലോൺ എടുത്താണ് ഫസ്റ്റ് തുടങ്ങിയത്. അങ്ങനെയാണ് വീട് വിൽക്കേണ്ടി വന്നത്. ഓ ശരി ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മെത്ത ഏതാ? എല്ലാ തരം മെത്തയും പോകും. എല്ലാം എന്ന് പറഞ്ഞാൽ അല്ലാതെ ക്ലൈമറ്റ് അനുസരിച്ച് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് കൊയറും ഫോമിന്റെയും ചൂടിന് തണുപ്പിന് മറച്ചും തിരിച്ചു വിടാന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പൊ അത് അങ്ങനെ അധികം ആരും എടുക്കുന്നില്ല. ഇപ്പൊ കൂടുതലും പോണത് സ്പ്രിംഗ് ആണ് പോകുന്നത്. സ്പ്രിംഗിനാണ് ആവശ്യക്കാർ. ഈ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ 10-20 വർഷം ആയാലും ഒന്നും ചെയ്യില്ല. ലാസ്റ്റ് നന്നായിട്ട് കിടക്കും. ഈ വിഷയിലാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ്. ഇതിലൊന്ന് അത് വയസ്സായി, അതിന് റെസ്റ്റ് കൊടുത്തു, മാറ്റി വെച്ച്. എന്നിട്ട് ഇപ്പൊ പുതിയ മെഷീനുകൾ. ഇപ്പൊ വാങ്ങിച്ച എത്ര രൂപയ്ക്കായിരുന്നു നമ്മള്? അന്ന് ഈ മെഷീൻ വാങ്ങിക്കുമ്പോ 9,000 രൂപ. ഇന്ന് ഈ മെഷീൻ 40,000. അത്ര വ്യത്യാസമുണ്ട് വർഷങ്ങളുടെ. അപ്പൊ കൊറേ ഓർമ്മയുള്ള മെഷീനാണ്. ഓർമ്മയുള്ള മെഷീൻ. ഈ മെഷീൻ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അല്ലേ ചേച്ചി? ഒരുപാട്. ഈ മെഷീനിലിരുന്നാണ് ഒരുപാട് കരഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചിരിച്ചോണ്ട് പറയുന്നെങ്കിലും അന്നത് ഭയങ്കര ഒരുപാട് കരഞ്ഞിട്ടുള്ളത് ഈ മെഷീനിലാണ്. കാരണം അതിനൊക്കെ ഞാൻ തുടക്കക്കാരെല്ലാം ഞാൻ സൂക്ഷിച്ചങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നില്ല. ഇതിപ്പോ റൈസിൻ വർക്കാർക്ക് കൊടുത്താൽ ചോദിക്കുന്ന രൂപ കിട്ടും, കൊടുക്കൂല. അതാ ഒരു സെന്റിമെന്റൽ ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തൊഴിലാളികളും കൂടി വരുമ്പോഴാണല്ലോ. അപ്പൊ അവര് അടുത്തുള്ളവരൊക്കെ തന്നെയാണ്. പേരെന്താ? സ്നേഹ. എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? 4 വർഷം. 4 വർഷം. എങ്ങനെയുണ്ട് മുതലാളി? നല്ല. നമ്മുടെ ഒരു വനിതാ മുതലാളി വരുന്നതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാ ഇപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെ ഫാമിലിയൊക്കെ നന്നായി പോകുന്നു? കുഴപ്പമില്ല. നമുക്കൊരു ജോലി അടുത്ത് തന്നെ കിട്ടും, അതിന്റെ ഒരു സന്തോഷം. എന്താ എപ്പോഴാ വരുന്ന സമയമൊക്കെ? എപ്പോഴാ സമയം? 9. പിന്നെ എന്റെ നമ്മള് കുട്ടികളൊക്കെ വിട്ടിട്ട് വരണോണ്ട് 10 ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ അത്? അല്ല, മാം പറഞ്ഞ നേരത്തെ എന്നെ സൺഡേ വരാത്തോണ്ട് പിരിച്ചുവിട്ടെന്നാ പറഞ്ഞത്. അതായത് ഞങ്ങള് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആന്റി വേറൊരിടത്ത് പോയി നമുക്ക് ഇതുപോലെ ഒരു ഫ്രീഡം കിട്ടത്തില്ല. പിന്നെ ആന്റി ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ വിട്ടിട്ട് പറഞ്ഞോണ്ട് ഇച്ചിരി സമയത്തിനൊക്കെ നമുക്ക് കുഴപ്പമില്ല. അതാണ് കേട്ടോ. അതിനാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് തന്നെയാണ്. അറിയുന്ന ആൾക്കാർക്കാണല്ലോ. നമുക്ക് സ്ത്രീകൾക്ക് കുറെ വിഷയങ്ങളുണ്ടല്ലേ, അതെല്ലാം അറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് സന്തോഷമായിട്ട് പോകും. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്റ്റിച്ചിങ് വേറെ വെളിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? വീട്ടില് സ്റ്റിച്ചൊക്കെ ഉണ്ട് നമ്മൾ. എന്നാലും പിന്നെ കൂടുതൽ ഇവിടെയാണ്. സമയവും കൂടുതൽ ഇവിടെയാണ്. ഇവിടെ കമ്പനിയാണോ എല്ലാരും? വീട് പോലൊക്കെ തന്നെയാണ്. ശരി. പേരെന്താ ഇവിടെ? രഞ്ജിനി. രഞ്ജിനി എത്ര നാളായി? 2 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടെ? നന്നായിട്ട് പോകുന്നു. അപ്പൊ എന്താ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൽ ഇവിടേക്ക് വരാൻ കാരണം എന്താ? എന്താണ് ഇവിടെ ഇഷ്ടം? ഇവിടെ ആന്റി എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. കൂടാതെ നമുക്കെല്ലാം ചെയ്ത് പറഞ്ഞു തരും. ജോലി ചെയ്യണതെല്ലാം പറഞ്ഞു കാണിച്ചു തരും. കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം. വീട്ടിലെ കാര്യങ്ങളും നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങാനും അങ്ങനെയൊക്കെ പറ്റുന്നു. പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. വലിയ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇല്ല ഇവിടെ? ഇല്ല. ഫ്രീ ആയിട്ടിരിക്കുക. സമയം എപ്പോഴാ കഴിയുന്നത്? എപ്പോഴാ പോകുന്നത് നമ്മള്? 5 മണി 5:30 ചേച്ചിയുടെ പേരെന്താ? കസ്തൂരി. ഇവിടെ തന്നെയാണോ വീട്? കുറച്ചപ്പുറത്താ. ഓ ശരി. ഇവിടെ എത്ര വർഷം? കല്യാണം കഴിഞ്ഞു പോയത് ബാംഗ്ലൂര്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ 1 വർഷത്തേക്ക് ഇങ്ങോട്ട് മാറേണ്ടി വന്നു. അപ്പൊ പിന്നെ എനിക്ക് ഒരു ചെറിയ ജോലി വേണമെന്ന് എനിക്ക് ആഗ്രഹം.
അങ്ങനെ വേണ്ടി വന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്ക് അറിയാന്നുള്ളതാണല്ലോ ഈ ചേച്ചിയുടെ അടുത്താണ്, കുറച്ചപ്പുറത്താ. അപ്പൊ അവിടെ ഒന്ന് ചോദിച്ചു, അപ്പൊ തന്നു ജോലി. അങ്ങനെ ഇത്രയും ദിവസം ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. ഇവിടെ സ്ത്രീകളുള്ളതിന്റെ ഒരു അതെ അതെ, ഓണർ ഒരു സ്ത്രീയാണല്ലോ, അപ്പൊ നമുക്ക് അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ചേച്ചിയുടെ ഫാമിലി സപ്പോർട്ട് ഭയങ്കരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് കൂടി ചേരുന്നുണ്ട്. ഇത് കൊച്ചുമോൾ അല്ലേ, ഇത് മരുമോൾ, ഇത് മകൾ അല്ലേ. അപ്പൊ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി ചോദിക്കാം. ഞാൻ ആദ്യം പുതിയ ജനറേഷനിൽ നിന്ന് തുടങ്ങാം. എന്ത് ചെയ്യുന്ന പേരെന്താ? എന്റെ പേര് വർഷ, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഓ ശരി ശരി. സ്റ്റുഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. നന്നായിട്ട് പോകും. എന്താണ് പറയാനുള്ള അമ്മമ്മയെ കുറിച്ച്? നമ്മള് വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, ഇപ്പൊ എനിക്കാണെങ്കിലും പേഴ്സണൽ സപ്പോർട്ട് എന്ന് പറയാൻ ഇപ്പൊ അമ്മാമ്മയുടെ നിന്നൊക്കെയാണ് കൂടുതലും കിട്ടുന്നത്. അമ്മാമ്മ ഇങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡിലും ഇപ്പൊ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഗവൺമെന്റ് ജോലി വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പൊ ഇതുപോലെ ബിസിനസ് ചെയ്യണം, അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ചെറുതിലേ കണ്ടു തുടങ്ങിയതാണ്. ഞങ്ങൾ വന്നിരുന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആണോ? ശരി. ഓക്കെ, അടുത്ത നമുക്ക് മകളോട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം മരുമകളോട് ചോദിക്കാൻ. അമ്മയുടെ ഈ ഒരു കഷ്ടപ്പാടൊക്കെ നേരിട്ട് കണ്ട ആളാണ്. കുഞ്ഞുനാളില് ഞങ്ങളുടെ ചെറിയ നാളിലെ അമ്മ ഒരുപാട് സഫർ ചെയ്ത ആളാണ്. കൂലിക്ക് വേറെ സ്ഥാപനങ്ങളൊക്കെ പോയിട്ടാണ് അമ്മ സ്വന്തമായിട്ട് വളരെ തുച്ഛമായ രീതിയിലൊക്കെ ചെയ്തു തുടങ്ങിയതാണ്. ഇത്രയും ഈ ലെവലൊക്കെ ആകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് പപ്പ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടും ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് അമ്മ ഈ ഒരു ലെവലിലൊക്കെ എത്തിത്തീർന്നത്. ഒരാള് അടുത്ത ഞാൻ ചോദിക്കുന്ന വെച്ചിട്ട് ടെൻഷൻ ആയിട്ടൊക്കെ നിൽക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞതേ പലയിടത്തും തളർന്നു വേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടല്ലേ. ആദ്യം ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോ ഒരാള് പറ്റിച്ചു പോകുന്നു. പിന്നെ അമ്മ ഒരു യാത്രയില് അമ്മ ബാഗോടെ ഒരാള് കുറച്ച് ക്യാഷും കൊണ്ട് ബാഗ് എടുത്തിട്ട് പോയി. ഇങ്ങനെ പാലക്കാട് വെച്ചിട്ട് അമ്മ ബെഡ് എടുക്കാൻ പോയ സമയത്ത് അപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കാണ് അമ്മ അധികവും യാത്രകളെല്ലാം ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് എവിടെയായാലും അമ്മ ഒറ്റയ്ക്ക് പോകും. ഇപ്പൊ മെഷീൻസ് എക്സ്പോ ബാംഗ്ലൂർ ഡൽഹിയൊക്കെ വരുമ്പോ അമ്മ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് ഇൻവിറ്റേഷൻ ഉണ്ടാവും, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവും, അമ്മ പോകും. ഇല്ല, ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പൊ ഈ ഇടക്കാലങ്ങളിൽ ഒരു 2 വർഷം കൊണ്ട് ഈ ഡയബറ്റിക്കിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇൻ കേസ് വണ്ടിയിൽ എങ്ങനെ വെച്ച് എന്തെങ്കിലും വരുമോ ആ ഒരു ഇത് കാരണം കുട്ടികളാരെങ്കിലും കൂടെ കൊണ്ടുപോകും. അല്ലാതെ എല്ലാം അമ്മ തനിച്ച് തന്നെയാണ്. ഞങ്ങള് എന്റെ പേര് ഷൈനി. എന്താ ചെയ്യുന്നത്? ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ബ്യൂട്ടീഷ്യൻ ആണ്. നമുക്ക് സ്റ്റുഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ജോലി ചെയ്യുന്നത് കണ്ടു വളർന്ന അമ്മ തന്നെയാണ് ഞങ്ങളുടെ ലൈഫിലെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അമ്മ ആങ്ങളെയും കൂടി ആങ്ങളേക്ക് ഒരു ഫാം ഉണ്ട്, ഫാമിൽ പോയിരിക്കുകയാണ്. ഓ ശരി. അപ്പൊ ആ ഒരു കഷ്ടപ്പാട് കണ്ട് വളർന്നതിന് 2 മക്കളും രക്ഷപ്പെട്ടു. അയ്യോ, പേര് പറയൂ. രേഷ്മ. ഹസ്ബൻഡിനെ കുറിച്ചാണ് ഈ സംസാരിച്ചോണ്ടിരുന്നത്. എന്താ അമ്മായിമ്മയെ കുറിച്ച് എന്താ പറയാന്നുള്ളത്? നല്ല അമ്മായിയമ്മ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. ചെയ്യാൻ തോന്നാറില്ല ഇങ്ങനെ കാണുമ്പോ? ഇവിടെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. അല്ലാതെ പുറത്തേക്ക് നമ്മള് വേറെ വലിയ ആലോചനകളിലേക്കൊന്നും പോവാറില്ല. ചിന്തിച്ചിട്ടില്ല. അമ്മ കുറച്ച് പ്രചോദനം കൊടുക്കണം കേട്ടോ. ഇവിടെ കുറച്ച് പ്രചോദനത്തിന്റെ ആവശ്യമുണ്ട്. പ്രചോദിപ്പിക്കാറുണ്ട്. എന്താ പറയുന്നേ? ചെയ്യണമെന്നൊക്കെ പറയും. ഇതൊക്കെ ഒന്ന് ഏറ്റെടുക്കാനൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആളായി? 10 വർഷമായി. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ശരി ശരി, താങ്ക് യു. ഈ പറഞ്ഞ പോലെ യാത്രകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണെന്ന് കേട്ടു. ആണോ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല, എല്ലാവർക്കും പറ്റുന്ന ഇഷ്ടമാണ്. ആരെയും കൂട്ടണത് ഇഷ്ടമല്ല. എവിടെ പോയാലും ഒറ്റയ്ക്ക്. പർച്ചേസിന് പോണതും ഒറ്റയ്ക്ക്. അപ്പൊ അത് എവിടേക്കാ പോവാറ്? ബാംഗ്ലൂർ പോകും, ചെന്നൈ പോകും, ഈറോഡ്, തിരുപ്പൂര്, പാലക്കാട്, കോയമ്പത്തൂര്, ഇങ്ങനെ ഇത്. അത് കഴിഞ്ഞിട്ട് അല്ലാതെ യാത്ര എന്ന് പറഞ്ഞ ടൂറ് അത് ഒറ്റയ്ക്ക്. അയ്യോ, അത് കൊള്ളാലോ, ഗംഭീരാണ്. ഒറ്റയ്ക്കാണെങ്കിൽ അത് പിന്നെ ഗ്രൂപ്പ് ആൾക്കാർ മനസ്സിലായി. എന്നാലും നമ്മള് വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഇപ്പൊ യൂറോപ്പ് 17 ദിവസത്തെ ട്രിപ്പ് പോയിരുന്നു. 17 ദിവസം യൂറോപ്പ് രാജ്യങ്ങളെല്ലാം പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് ജെറുസലേമില് 13 ദിവസത്തെ യാത്ര, അത് പോയി. അത് അവിടെ എല്ലായിടവും പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഇവിടെ ആൻഡമാന് പോയി. 7 ദിവസം. അത് ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു. എനിക്കൊരു കൂട്ടുകാരിയുണ്ട് പനച്ചമൂട്, എന്നെ പോലെയാണ് അവര്. പാവം. ലാംഗ്വേജ് ഒന്നും പ്രോബ്ലം ഇല്ല ആ സമയത്ത്. ഇല്ല, നമ്മൾ സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കില്ലെങ്കിൽ ഭാഷ അറിഞ്ഞൂടാ. ആദ്യം പോയത് എവിടെ ഒറ്റയ്ക്ക് ഓർമ്മയുണ്ടോ? ആദ്യം നമ്മൾ ലോങ് പോയത് എവിടെയായിരിക്കും? അല്ല, അത്ര വലിയ ലോങ് പോണത് ഇത് തന്നെ, പർച്ചേസ് ആയിട്ട് സംബന്ധിച്ച്. അപ്പോഴും ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങുന്നത് ആദ്യമായിട്ട് സ്ഥലം
കമ്പനി കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും പുള്ളിയുടെ അനിയനുമായിട്ടാണ് പോയത്. പോയിട്ട് വന്നപ്പം പുള്ളിയുടെ കാലൊക്കെ എത്രയായി നീര്. അപ്പം പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല യാത്രയെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പക്ഷെ അപ്പോഴ് നിർത്തിയിരുന്നെങ്കിൽ എവിടെയും എത്തൂലായിരുന്നു, അപ്പോഴവിടെ കൊണ്ട് തീരുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വായിൽ നാവുണ്ടല്ലോ, ചോദിച്ച് എവിടെ വേണമെങ്കിലും പോവാം. ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ മതി, എവിടെയാണെങ്കിലും ആ സ്ഥലത്ത്. പിന്നെ പോയിട്ട് ഒരിടത്ത് വേറെ ഒന്നും ചോദിക്കില്ല, ഏതെങ്കിലും ഓട്ടോ സ്റ്റാൻഡിൽ പോകും, ഓട്ടോക്കാരടുത്ത് മാത്രമേ സംസാരിക്കൂ. അവരടുത്ത് പറയും. പിന്നെ അത് കമ്പനിക്കാരനെ ആദ്യം ഫോണിൽ വിളിച്ചിട്ട് പറയും ഞാൻ ഇവിടെ പാലക്കാട് നിൽക്കുന്നത്, ഇവിടുന്ന് ഇനി നിങ്ങളുടെ കമ്പനിക്ക് വരണം, എത്ര കിലോമീറ്റർ ഉണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. എന്നിട്ട് ഓട്ടോക്കാരൻ്റെ കൊടുക്കും, അവർ പറയും. അപ്പൊ നമുക്ക് പിന്നെ വേറെ ഒന്നും പേടിക്കണ്ട, കാരണം അവിടെ എത്തേണ്ട സ്ഥലവും അവർക്കറിയാം, ഈ വണ്ടിക്കാരനും അറിയാം, എനിക്കും അറിയാം. അപ്പൊ നമ്മളെ ഇവർക്ക് പറ്റിക്കാൻ പറ്റൂല. നമ്മൾ എത്ര സമയം കഴിയുമ്പോൾ അവരന്വേഷിക്കും, ഇന്ന ആള് ഇന്ന വണ്ടി കയറി എന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ. അങ്ങനെ ഓക്കെ. ഈ പറ്റിക്കല് സ്ഥിരമായപ്പോഴേ ഒന്ന് ബാഗ് എടുത്തോണ്ട് പോയ കഥ മകള് പറഞ്ഞു. അതുപോലെ കൂടെ നിന്ന് ഒരാള് പറ്റിച്ചിട്ട് പോയി. അപ്പൊ നമുക്ക് കിട്ടിയൊരു പാഠം എന്താണ്? ആര് പറ്റിച്ചാലും ദൈവം വിടൂല്ല. നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ പറ്റിച്ചോട്ട്, പക്ഷെ നമുക്കൊരു നഷ്ടവും വരില്ല, ഇരട്ടിയായിട്ട് ദൈവം തരും. ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ്. കുഞ്ഞുനാളിൽ 3ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി അന്ന് തൊട്ട് ഞാൻ അധ്വാനിക്കുന്നതാണ്. പാറയിൽ മെറ്റിലടിക്കാനാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ ഹസ്ബൻഡ് ഷാപ്പ് തൊഴിലാളിയായിരുന്നു, ഒരിടവും വിട്ടിട്ടില്ല. പിന്നെ തൊഴിൽ 94 തൊഴിൽ നിർത്തിയല്ലോ, ചെറിയ ഷാപ്പ് നിർത്തിയില്ല. അതിനുശേഷമാണ് ഞാൻ പണിക്കിറങ്ങിയത്. ആദ്യം വീട്ടിൽ ഡ്രസ്സൊക്കെ തയ്യലായിരുന്നു. അപ്പം ഡ്രസ്സ് തയ്യലും തുണി വാങ്ങിച്ച് വിൽക്കലും ഒക്കെ ആയിരുന്നു. അതിൽ പിടിച്ചു പോകേണ്ടതായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ അതിന് പോകാൻ അവരുടെ കടയായിരുന്നു. അവരവിടെ ആ കട സ്ഥലം വിറ്റപ്പോ അവിടെ നിന്ന് മതിയാക്കി. അല്ലെങ്കിൽ ഇന്ന് അവിടെ ഒരു ജൗളിക്കട പൊങ്ങുമായിരുന്നു. അതെ, എന്നാലും നമ്മൾ എന്തെങ്കിലും പിടിച്ച് കയറും, ഒരിടം വിട്ടുകൊടുക്കൂല. കാരണം തൊഴിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള പണിയാണ്. അതെ. അപ്പൊ എത്ര എന്ത് വന്നാലും വിട്ടുകൊടുക്കൂല, എന്തെങ്കിലും ചെയ്ത് ജീവിക്കണം എന്നുള്ള. കാരണം നമുക്ക് വേറെ വരുമാനമായിട്ടൊന്നുമില്ല. ഈ കണ്ട ഈ 5 സെന്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ഈ തൊഴിലിന് ശേഷം വെച്ചത് വീട്, വസ്തുക്കളൊക്കെ ആയി കുറേയൊക്കെ. പിന്നെ മോളെ കെട്ടിച്ച കുറച്ച് കടം ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. ഇനി കൊച്ചുമോളുടെ കാര്യങ്ങൾ നോക്കണം. ഇനി മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കണം. പിന്നെ മോന് 2 കുട്ടികളുണ്ട്, അവരുടെ കാര്യം. പിന്നെ ദൈവം 2 മക്കളെ തന്നു, 2 പേരും പൊന്നുപോലെ നോക്കുക. മരുമോളും അങ്ങനെ. അവരിത് കണ്ടറിഞ്ഞ് വളർന്നതായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ട്. മരുമോളും അങ്ങനെ തന്നെ നന്നായിട്ട് നോക്കും. ഇനി എന്താ ഒരു ആഗ്രഹമാണ്? ഇനി ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. യാത്ര പോകുന്ന ആളായതുകൊണ്ട് ഇനി യാത്ര എവിടെയെങ്കിലും പ്രത്യേകിച്ച് പോകണമെന്നുണ്ടോ? ചൈനയിൽ പോകണമെന്ന്. അതെന്താ അവിടുത്തെ സംരംഭങ്ങളൊക്കെ എങ്ങനെയെന്ന് കാണാൻ വേണ്ടിയിട്ടാണോ? അവിടെ അതൊരാഗ്രഹം. ഇൻഡസ്ട്രിയൽ ഇതാണല്ലോ. അവിടെ നിന്നൊക്കെ ബെഡ് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിലേക്ക് കുറച്ച് ബെഡ് ഞങ്ങളെ എടുത്തിട്ട് പറഞ്ഞ് ചൈനയിൽ വില കുറവ്. ഞാൻ ചോദിച്ചു എത്ര രൂപയ്ക്ക് കിട്ടി? അത് അവിടെ 10,000 രൂപയ്ക്ക് കിട്ടി. ഞാൻ ചോദിച്ചു ട്രാൻസ്പോർട്ടിങ് ഒരു 10-12 രൂപ. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് നിങ്ങൾ ട്രാൻസ്പോർട്ടിങ് കൊടുത്തു കൊണ്ടുവന്നപ്പോൾ 22,000 രൂപ ആയില്ലേ? ഇവിടുന്ന് 18,000 രൂപയ്ക്ക് എടുക്കാൻ വയ്യാത്തോണ്ടല്ലേ നിങ്ങൾ അവിടെ ചെന്ന് 22,000 രൂപയ്ക്ക് എടുത്തത്. ഓക്കെ, നല്ല കാര്യം അല്ലേ? 4,000 രൂപ കൂടുതൽ എടുത്തില്ലേ? അതുകൊണ്ട് അവിടുത്തെ എങ്ങനെയാണെന്നൊന്ന് കാണണമെന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു കുൽറ്റിംഗ് മെഷീൻ, ഈ ബെഡിന്റെ ഡിസൈൻ ചെയ്യണ മെഷീൻ, അത് മുമ്പ് 35 ലക്ഷം രൂപയായിരുന്നു, ഇപ്പം 40,000. ചൈനയിലാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെക്കാനിക്കിനെ കിട്ടൂല. അതൊരു പ്രയാസമാണ്. പക്ഷെ അവിടെ നിന്ന് എടുത്താൽ ഒരു 20 ലക്ഷം രൂപയ്ക്കൊക്കെ എടുക്കാം. അതും കൂടെ നോക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടൊരു യാത്ര പോകണമെന്നുള്ളത്. പിന്നെ ഒരു ബിസിനസ് മൈൻഡ് നമുക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. ഈ പറഞ്ഞ പോലെ 3ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അന്ന് തുടങ്ങിയതാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ യൂറോപ്പ് കൺട്രീസ് ഒക്കെ സന്ദർശിച്ചു, ഇനി നമുക്ക് ചൈനയിൽ പോകണം അല്ലേ? എല്ലാ ആഗ്രഹങ്ങളും ശാരീരികമായിട്ട് മാത്രം പ്രശ്നത്തിലാണ്. എന്താണ് ഇപ്പം അസുഖങ്ങൾ ഒരുപാട്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, പിന്നെ ഷുഗർ. പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ച് സമയമില്ലെന്ന് തോന്നുന്നല്ലോ ആലോചിക്കാനൊന്നും കൂടുതൽ. അങ്ങോട്ട് നോക്കാൻ സമയമില്ല, കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. പിന്നെ എപ്പോ ഇറങ്ങും രാവിലെ ഇങ്ങോട്ടേക്ക്? രാവിലെ ഇവരൊക്കെ 9 മണിക്ക് വരും. ഞാൻ അല്ലെങ്കിൽ 8-8:30 ഇറങ്ങുന്നത്. ഇപ്പം 12 മണിയായാലും ഇറങ്ങുന്നു. എണീക്കാൻ വയ്യ, മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് മെഡിസിനൊക്കെ കഴിക്കുകയല്ലേ, അപ്പം എണീക്കാനൊക്കെ വലിയ പാട്. ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ട്.
അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്കിലും വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഉടനെ തന്നെ ചൈനയിലോട്ട് പോകാൻ പറ്റട്ടെ. ഗംഭീരമായിട്ടുള്ള ഒരു ജീവിതം കേട്ടോ ആശംസിക്കുകയാണ്. ഒപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുണ്ട് കേട്ടോ. ഈ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എവിടെയെങ്കിലും തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ തട്ടി നിൽക്കാൻ പാടില്ല. കാരണം നമ്മൾ ഓടണം, നമ്മൾക്ക് ഇത്ര കിലോമീറ്റർ ഓടണമെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം, ഓടി തീർക്കണം. അത് എന്നാലേ വിജയിക്കുള്ളൂ. അലസത ടെൻഷനെ നശിപ്പിക്കും. അലസത പാടില്ല. അധ്വാനിച്ചാൽ നേടാൻ പറ്റാത്തതൊന്നുമില്ല, എല്ലാം കിട്ടും. ഒന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് വന്നതാണ് ഞാൻ. ഭരിച്ചാൽ ഒന്ന് കുഴിച്ചിടാൻ 1 സെന്റ് സ്ഥലമില്ലാതെ വന്ന് ഇന്ന് 4-5 ഏക്കർ വസ്തുവൊക്കെ ആയി. എല്ലാം ഇതിൽ നിന്ന് കിട്ടിയത് തന്നെ, ഇതിൽ നിന്ന് അധ്വാനിച്ചു. പിന്നെ ഞങ്ങൾ 3 പേര്, ഞങ്ങൾ മോനും ഞാനും ഹസ്ബൻഡ്, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ബാക്കിയേ ഞങ്ങൾ വെളിയിൽ ജോലിക്കാർക്ക് കൊടുക്കും. 3 പേരെ ജോലി, ആ ശമ്പളം മതിയല്ല ഞങ്ങൾക്ക് ലാവിഷായിട്ട് ജീവിക്കാം. അപ്പോൾ ഈ ഒരു ശൈലജയുടെ ഈ വിജയകഥ ഇതാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രചോദനമായി എന്ന് വിചാരിക്കുന്നു. വലിയ സന്തോഷത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.